ഹായ്. പറയൂ. സുധീ സർ. ഓ ഹായ് സർ, ഐ എം ഡോക്ടർ മഹേഷ്. ആ സാറേ ഇരിക്കും. താങ്ക് യു. ജെയിൻ ഡോക്ടറിനെ വിളിച്ചിരുന്നു. ആ, അത് വെബ്സൈറ്റിൽ കാണാത്തതുകൊണ്ടാണ് സാറിനെ ബുദ്ധിമുട്ടിച്ചത്. അയ്യോ, അതത്ര വലിയ പണിയൊന്നുമല്ല. ഈ KLW097 എന്ന് പറയുന്നത് ടാറ്റയുടെ ഒരു പഴയ ലോറിയാണ്. ഒരു ചെറിയ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ലോറി ഡിസ്പോസ് ചെയ്തിട്ട് 15 വർഷമായി. ഇതിൻ്റെ ലാസ്റ്റ് ടാക്സ് അടച്ചിട്ടുള്ളത് 2003-ലാണ്. അത്രയും പഴയ വണ്ടി ആയതുകൊണ്ടാണ് ഇതിൻ്റെ ഡാറ്റ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാത്തത്. ഈ ലോറി ആരുടെ പേരിലാണ്? ഓണറുടെ അഡ്രസ്സും ഡീറ്റെയിൽസും അതിലുണ്ട്. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. താങ്ക് യു. ശരി. സൂക്ഷിച്ചോട് വീഴും. എന്തായി തനുവിന്റെ അഡ്മിഷൻ? നോക്കുന്നുണ്ട്. നമ്മള് വില്ലയിലെ കുറച്ച് കുട്ടികൾ പോണ സ്കൂളില് വിടാന്ന് ആലോചിക്കണേ. അതാവുമ്പോ കമ്പനി ഉണ്ടാവുമല്ലോ. ഭവൻസ് ആണോ? അഡ്രസ് കിട്ടിയ സ്ഥിതിക്ക് അവിടം വരെ ചെന്നൊന്ന് അന്വേഷിക്കണമെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. വെറുതെ എന്തിനാ? അതെ, നിങ്ങൾ ഈ സർജൻസിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാല് എല്ലാത്തിനെയും ഒരു സർജിക്കൽ അപ്രോച്ചോടെ മാത്രമേ കാണുള്ളൂ. പക്ഷേ ഇഗ്നോർ ചെയ്താൽ തലേന്ന് പോകുന്ന പ്രശ്നമാണെങ്കിൽ എന്തിനാ അത് വെറുതെ കീറി മുറിച്ച് പരിശോധിക്കുന്നത്? പരിശോധിക്കണം. ഇത്രയും അൺയൂഷ്വൽ ആയിട്ടുള്ളൊരു കാര്യം ജീവിതത്തിലുണ്ടായാൽ ആർക്കെങ്കിലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റുമോ? ഡോക്ടറിന് പറ്റുമോ? ഇത് ഇഗ്നോർ ചെയ്യുന്നതിൻ്റെ കാര്യമല്ല ഡോക്ടർ. ദ ഫാക്ട് ഈസ്, എന്നെ തട്ടിയെന്ന് പറയുന്ന ഈ ലോറിയുടെ നമ്പർ ശരിയാവുന്നത് വരെ ഞാൻ മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫാന്റസി സ്റ്റോറി ആയിട്ടാണ് നിങ്ങൾ എല്ലാവരും ഇതിനെ കണ്ടിട്ടുള്ളത്. ശ്വേത അത് എന്നോട് തുറന്നു പറയുകയും ചെയ്തതാ. അയ്യോ, അത് ഞാൻ ആ സെൻസിലല്ല അത് പറഞ്ഞത്. വിടും. 15 വർഷം മുമ്പ് പൊളിച്ച ലോറി ഇന്നലെ വന്ന് തട്ടിന്നുള്ളതിന്റെ ഫാന്റസി പാട്ട് നമുക്ക് വിടാം. അത് ആരെങ്കിലും ആ നമ്പർ വെച്ച് ഫേക്ക് ചെയ്താണെങ്കിലോ? ആവാം. പക്ഷെ അതൊക്കെ അറിയണമെങ്കിൽ ആ ലോറി ഡ്രൈവറെ ഒന്ന് നേരിട്ട് ഒന്ന് കാണണം. ഡോക്ടർ നാളെ ഒന്ന് അയാളെ ചെന്ന് കാണും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ. അയാളുടെ എക്സ്പ്ലനേഷൻ ഒന്ന് കേക്ക്. എന്നിട്ട് തീരുമാനിച്ചാൽ പോരെ ഇഗ്നോർ ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ. ആരാ? ആന്റണി ചേട്ടൻ. ഞാൻ വിളിക്കാം. ഓ, ആരാ? നമ്മൾ തമ്മിൽ അറിയില്ല. ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വന്നതാണ്. ഈ KLW097 ചേട്ടൻ്റെ ലോറിയില്ലേ? ആയിരുന്നു. അതിനിപ്പോ ആ ലോറി ഇല്ലല്ലോ. അതറിയാം. ആ വണ്ടി ചേട്ടൻ്റെ ഉണ്ടായിരുന്നപ്പോൾ പറ്റിയൊരു അപകടത്തെ പറ്റിയാണ് എനിക്കറിയേണ്ടത്. നിങ്ങൾ പറഞ്ഞ ആ ലോറി പൊളിച്ചിട്ട് തന്നെ ഇപ്പോൾ ഒരുപാട് കൊല്ലായി. അല്ല, ആ വണ്ടി എൻ്റെ കയ്യിലുണ്ടായിരുന്ന പെടുന്ന ആക്സിഡന്റിനെ പറ്റി ഇപ്പം എന്താ ചോദിക്കുന്നത്? ചേട്ടാ, ആ വണ്ടി ഉണ്ടാക്കിയ എല്ലാ അപകടങ്ങളെക്കുറിച്ചൊന്നും എനിക്കറിയണ്ട. എനിക്കൊരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി. മറയൂർ കാന്തല്ലൂർ റൂട്ടിൽ വെച്ച് എവിടെയെങ്കിലും രാത്രി ആ വണ്ടി ഒരാളെ ഇടിച്ചിട്ടുണ്ടോ? നോക്കണം. ഇവിടെയൊന്നും കാണാനില്ല. തട്ടിയതാടാ. നീ കണ്ടില്ലേ? ഞാൻ കണ്ടതാ. എന്തോ തട്ടി. അവൻ പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചല്ലോ. എടാ, എന്നിട്ട് ആളെവിടെ? ഞാൻ അപ്പുറം നോക്കാം. 10-15 കൊല്ലം മുമ്പ് നടന്ന സംഭവമാണെങ്കിലും ഇപ്പൊ ആലോചിക്കുമ്പോഴും വല്ലാത്തൊരു ഞെട്ടല. ഇപ്പൊ സാറ് പറയുന്നോട് കേട്ടപ്പോ എന്തോ ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അന്ന് യാത്രയിൽ മനസ്സിന് സുഖമില്ലാത്ത ഒരാൾ കൂടെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞില്ലേ? അയാളുടെ പേര് ഓർമ്മയുണ്ടോ? അമീർ. അയാൾ ഭ്രാന്തനാണോ ഭ്രാന്ത് അഭിനയിച്ചാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അന്ന് അയാൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലാതെ ആ യാത്രയിൽ സംഭവിച്ചിട്ടുള്ളൂ. ആളെ തട്ടിയതടക്കം. അന്ന് ഈ വണ്ടി തട്ടിയ ആളുടെ മുഖം ചേട്ടന് ഓർമ്മയുണ്ടോ? ഇല്ല സാറേ, അതിന് മാത്രം സമയമൊന്നും ആ അപകടത്തിനുണ്ടായിരുന്നില്ല. പക്ഷെ തട്ടി, അതുറപ്പാ. സംഭവം നടന്നതിന് ശേഷം ഞാനും ക്ലീനർ ബാബുവും കൂടി അരമണിക്കൂറോളം അവിടെ ഇറങ്ങി തപ്പിയിട്ടും അങ്ങനെ ഒരാളെ ആ പരിസരത്ത് എങ്ങും കണ്ടില്ല. ആശാനെ, അവനെ ക്യാബിൽ കാണാനില്ല. ഈ അമീറിനെ പറ്റി ചേട്ടന് വേറെ എന്തെങ്കിലും ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? അയാൾ വളരെ കുറച്ച് മാത്രമേ അന്ന് സംസാരിച്ചിട്ടുള്ളൂ. അന്ന് അയാൾ ഏതോ കൊച്ചുത്രേസി ടീച്ചറിന്റെ ക്ലാസ്സിൽ വെച്ചാണ് ഓർമ്മ നഷ്ടപ്പെട്ടെന്ന കാര്യം പറഞ്ഞിരുന്നു. ശരി ഏട്ടാ. താങ്ക് യു. വരട്ടെ. സാറേ, അയാൾ അടുത്തുണ്ടെങ്കിലേ അവിടെ ഒച്ചു വരാറുണ്ട്. ഒച്ചോ?
അതെ സാറേ. ഓക്കെ. അയാളെ കണ്ടിട്ട് വരുന്ന വഴിയാണോ? അല്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടാണ് വരുന്നത്. അയാളെ കണ്ടിട്ട് ഒരു എക്സ്പ്ലനേഷൻ ഞാൻ പ്രതീക്ഷിച്ചത് ഹൊറർ മൂഡാണ്. ഇതിപ്പോ ഹോളിവുഡ് പടം പോലെ ടൈം ട്രാവൽ ആക്കി കളഞ്ഞില്ലേ? ഹൊററായിരുന്നു വല്ല മന്ത്രവാദിയും പോയി കാണായിരുന്നു. ഇതിപ്പോൾ എന്ത് ചെയ്യുമെന്നാ കൺഫ്യൂഷൻ. ഞാൻ ആക്ച്വലി ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞത് അങ്ങനെ ഒരു റെഫറൻസ് തരാനാണ്. ഒരു റിയൽ ലൈഫ് സംഭവം. ഞാൻ കഴിഞ്ഞതിന് മുമ്പത്തെ വർഷം SMH ഹോസ്പിറ്റലിലായിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവമാണ്. അവിടുത്തെ സീനിയർ സർജൻ മധു ഡോക്ടർ ഒരു കേസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നടന്ന കാര്യം. എന്തായിരുന്നു കേസ്? കോളിസിസ്റ്റക്ടമി ആയിരുന്നു കേസ്. പേഷ്യൻ്റ് ആണെങ്കിൽ ഒരു 24-25 ഇയേഴ്സ് പ്രായമുള്ള പെൺകുട്ടിയും. സർജറിക്ക് മുമ്പുള്ള പ്രീ എക്സാമിനേഷൻസ് എല്ലാം കഴിഞ്ഞ് ആള് പെർഫെക്റ്റ് ഫിറ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് ജിയെ കൊടുത്ത് ബെഡിൽ കിടത്തി. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ECGയിലെ ഡ്രമാറ്റിക് ആയിട്ടുള്ള വേരിയേഷൻസ് കണ്ടു. എല്ലാവരും പാനിക്കായിപ്പോയി. പിന്നെ കുറേ നേരത്തെ എഫേർട്സിന് ശേഷം ആള് സ്റ്റേബിളായി. എന്നിട്ട് സർജറി ഞങ്ങൾ അബോട്ട് ചെയ്തു. റിക്കവറി ഏരിയയിൽ വെച്ച് കോൺഷ്യസ് ആയ ഈ പെൺകുട്ടി പറഞ്ഞതാണ് ഹൈലൈറ്റ്. അൺകോൺഷ്യസ് ആയ ആ മൊമെന്റിൽ തന്നെ ഈ പെൺകുട്ടി ബൈക്ക് അപകടത്തിൽ 1 വർഷം മുമ്പ് മരിച്ചുപോയ അവരുടെ ബോയ് ഫ്രണ്ടുമായിട്ട് സംസാരിച്ചു. ആ സംസാരത്തിൽ അവരോട് ഇതുവരെ പറയാത്തൊരു കാര്യം ഈ ബോയ് ഫ്രണ്ട് പറഞ്ഞു എന്നാണ് ഈ കുട്ടി പറയുന്നത്. പിന്നീട് ഇത് അന്വേഷിച്ചപ്പോൾ ഈ നടന്ന കാര്യം സത്യമാണെന്നുള്ളതിൻ്റെ ഒരു സ്ക്രിപ്റ്റും ഉണ്ട്. ഇൻട്രസ്റ്റിംഗ് ആണല്ലോ. എന്നിട്ട് സർജറി റീഷെഡ്യൂൾ ചെയ്തോ? സർജറിക്ക് പേഷ്യൻ്റ് റെഡിയായിരുന്നു, ചെയ്യാൻ മധു സാറും. പക്ഷെ അനസ്തേഷ്യ ടീം സമ്മതിച്ചില്ല. പിന്നെ അവര് വേറെ എവിടെ പോയി ചെയ്തു എന്നാണ് കേട്ടത്. ഈ സംഭവം നമ്മുടെ ENTയിലെ വിനയകുമാർ സാർ ഒരു ആർട്ടിക്കിളായിട്ട് എഴുതി പബ്ലിഷ് ചെയ്തു. ഈ ആർട്ടിക്കിൾ വായിച്ചിട്ട് ഒരാൾ മധു സാറിൻ്റെയും അന്നത്തെ അനസ്തേഷ്യ ടീമിൻ്റെ അപ്പോയിൻമെൻറ്റ് വെച്ച് വിളിച്ചിട്ടുണ്ടായിരുന്നു. ആളൊരു നോൺ മെഡിക്കൽ പേഴ്സൺ ആയതുകൊണ്ട് മധു സാർ ആദ്യം ഒന്നും അത്ര എൻ്റർടൈൻ ചെയ്തില്ല. പിന്നീട് ഒരിക്കൽ IMA ഹാളിലൊരു ഫംഗ്ഷന് പോയപ്പം ഈ കക്ഷി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. വന്നതല്ലേന്നോർത്തൊരു ഹാഫ് മൈൻഡിൽ ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി. സംസാരിച്ച് തുടങ്ങിയിട്ട് പിന്നെ ഒരു 1.5 മണിക്കൂറോളം ഞങ്ങൾ സംസാരിച്ചു. ഞങ്ങൾക്ക് അയാളെ പറ്റിയിട്ടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ മാറി. ആൾ ഇന്റലക്ച്വലാ. ഇപ്പോഴും ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റൊക്കെ ഉണ്ട്. എന്താണ് അയാളുടെ ഐഡന്റിറ്റി? ആളൊരു ആംഗ്ലോ ഇന്ത്യനാ. ജോൺ മാസ്റ്റർ എന്നാണ് പേര്. എനിക്കെന്തോ ഡോക്ടർ അയാളെ ചെന്ന് കണ്ട ഇപ്പോൾ ഉള്ള കൺഫ്യൂഷൻസ് ഒക്കെ തീരും തോന്നുന്നു. ആളൊരു മന്ത്രവാദിയോ സൈക്കോളജിസ്റ്റോ ഒന്നും അല്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങളുടെ ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ട് പുള്ളിയുടെ കയ്യിൽ. ഐ തിങ്ക് ഹി ക്യാൻ റിലേറ്റ് ഇറ്റ് സംവെയർ. നിങ്ങൾ ഇത്ര കാര്യമായിട്ട് പറഞ്ഞ സ്ഥിതിക്ക് ആ കൺസൾട്ടേഷൻ കൂടെ ചെയ്തേക്കാം. ഓ, എന്തായാലും കാര്യങ്ങളൊന്ന് ക്ലിയർ ആവുന്നവരെ ഞാൻ ഇതാരോടും ഡിസ്കസ് ചെയ്യുന്നില്ല. നോട്ട് ഈവൻ ടു ഷബ്നം. ഞാൻ എന്തായാലും നാളെ ജോൺ മാസ്റ്റർ എന്ന് വിളിച്ച് ബ്രീഫ് ചെയ്ത് വെച്ചേക്കാം. ഡോക്ടർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്ന സമയത്ത് പുള്ളിക്കാരൻ എന്തെന്ന് കണ്ടോ? ഓക്കെ. ഞാൻ 2 കൂടെ അടിച്ചിട്ട് വന്നോളാം. കഴിക്കുന്നില്ലല്ലോ? ഇല്ല, ഡ്രൈവ് വേണം. വേണ്ട. ഓക്കെ, ബൈ. താങ്ക് യു. ജോൺ മാസ്റ്റർ ഉണ്ടോ? ആ, വരൂ ഡോക്ടർ. സംശയിക്കേണ്ട, ഞാൻ തന്നെയാണ് ജോൺ മാസ്റ്റർ. ഞാൻ പെട്ടെന്ന് ഇറ്റ്സ് ഫൈൻ. എന്നോട് ജെയിൻ പറഞ്ഞത് ഡോക്ടർ രാത്രി വരുമെന്നാണ്. അപ്പം ഞാനൊരു 7-8 മണിക്കൊക്കെയാണ് എക്സ്പെക്ട് ചെയ്തിരുന്നത്. നോർമലി എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ കൺസൾട്ടേഷൻ ഉണ്ട് കുറച്ചു നേരം. അതും കൂടെ കഴിഞ്ഞിട്ട് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ഓ, പിന്നെ വിചാരിച്ച് ലേറ്റ് ആക്കണ്ടെന്ന്. ഐ യു ബിസി റൈറ്റ് നൗ? നോ ഇഷ്യൂസ്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഷോ. വൈ ഡോണ്ട് യു റിലാക്സ് ഫോർ എ വൈൽ? Yeah, okay. അവിടെ കുറച്ച് നേരം ഇരുന്നോളൂ. Yeah, okay. Can you believe it, doctor? It's not a real plant. It's a well-made artificial one. Oh, is it? It's beautiful. ഒറ്റ നടത്തി ഒറിജിനലാണെന്നേ ഫീൽ ചെയ്യൂ. Exactly. ഡോക്ടർ കണ്ട ഡ്രീം പോലെ, isn't it? ഡ്രീമോ? Have you heard about lucid dreaming? ടേം കേട്ടിട്ടുണ്ട്, ബട്ട് ഐ എം നോട്ട് ഷുവർ വാട്ട് ഇറ്റ് ഈസ്. Okay, let me explain that to you. നമ്മളെല്ലാവരും സ്വപ്നം കാണാറുണ്ടല്ലോ. ഉറക്കത്തിന്റെ ഡെപ്തിനനുസരിച്ച് ചിലത് നമ്മൾ ഓർക്കാറുണ്ട്, ചിലത് നമ്മൾ തീരെ ഓർക്കില്ല. ഈ സ്വപ്നം കാണുന്ന സമയത്ത്
നമ്മൾ സ്വപ്നത്തിന്റെ അകത്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു അവസ്ഥയുണ്ടല്ലോ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ലൂസിഡ് ഡ്രീമിങ്. ഇത് വളരെ വളരെ റെയറായിട്ട് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചാൽ, ലൈക്ക് ഇഫ് യു റിയലൈസ് ദാറ്റ് യു ആർ ഡ്രീമിങ് വെൻ യു ആർ വിത്തിൻ എ ഡ്രീം, then you can completely control that dream. ആ ഡ്രീം മാത്രമല്ല, ആ ഡ്രീമിൻ്റെ അകത്തുള്ള ഓരോ ഇവൻറ്റും സ്വപ്നം കാണുന്നയാളുടെ ഭാവനയ്ക്കനുസരിച്ച് ഡിസൈൻ ചെയ്യാൻ പറ്റും. അതൊരു കലയാണ്, എ വെരി റെയർ ടാലൻറ്റ്. ഇത് എല്ലാവർക്കും അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നോട്ട് അറ്റ് ഓൾ. ഇറ്റ്സ് ആക്ച്വലി എ വെരി ടഫ് പ്രോസസ്. സി, നമ്മൾ ദിവസേന കാണുന്ന സ്വപ്നങ്ങൾ മുഴുവൻ ഡേറ്റൊക്കെ വെച്ച് ഒരു ഡയറി പോലെ എഴുതി വെക്കുകയാണെങ്കിൽ, ആഫ്റ്റർ എ സർട്ടൻ ടൈം, മേ ബി ആഫ്റ്റർ കപ്പിൾ ഓഫ് മന്ത്സ്, ആ എഴുതി വെച്ച ഡ്രീം ജേണലിലൂടെ മുഴുവൻ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ സ്വപ്നങ്ങളിൽ ചില പ്രത്യേക സ്ഥലങ്ങളും ചില പ്രത്യേക ആൾക്കാരും ഇടയ്ക്കിടെ റിപ്പീറ്റഡായി കയറി വരുന്നുണ്ടെന്ന്. ആ കോമൺ പോയിന്റ്സിനെ നമ്മൾ ഡ്രീം സയൻസ് എന്ന് പറയും. ലെറ്റ് സപ്പോസ് ഡോക്ടറുടെ ഡ്രീം സയൻസ് പണ്ട് പഠിച്ചിരുന്ന സ്കൂളിലെ ഒരു ക്ലാസ് റൂമോ പഴയ നാട്ടുവഴിയിലെ ഒരു കടയോ ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ അവിടെ ചെന്ന് മനസ്സൊക്കെ ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലാക്കി ഞാൻ സ്വപ്നത്തിലല്ലേ എന്ന് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ സ്വപ്നങ്ങളിൽ ഇതേ സ്ഥലങ്ങൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയും നമ്മൾ സ്വപ്നത്തിലാണെന്ന്. അറ്റ് ദാറ്റ് പോയിന്റ് ഇൻ ടൈം വി ഹാവ് അറ്റൈൻഡ് ലൂസിഡിറ്റി. പറയാൻ ഇതൊക്കെ എളുപ്പമാണെങ്കിലും ഇറ്റ്സ് നോട്ട് അറ്റ് ഓൾ എൻ ഈസി പ്രോസസ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ ഇവിടെ മാസ്റ്റർ പറയുന്ന പോലെ, ഇഫ് ഐ വാസ് പാർട്ട് ഓഫ് ലൂസിഡ് ഡ്രീം, ദെൻ വൈ വാസന്റ് ഐ അവെയർ ഓഫ് ഇറ്റ്? ഇപ്പോഴും കണ്ടതെല്ലാം സ്വപ്നമാണെന്ന് വിശ്വസിക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഈ റിയാലിറ്റി പോലെ തന്നെ ഒറിജിനലായിരുന്നു ആ ഈവൻസ് മുഴുവനും. ദാറ്റ്സ് എ ജെനുവിൻ ക്വസ്റ്റ്യൻ. ഇവിടെ ഡോക്ടറുടെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത് വളരെ സ്ട്രേഞ്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇൻഫാക്റ്റ് അതൊരു വലിയ കുരുക്കാണ്. എത്ര കഴിക്കാൻ ശ്രമിച്ചാലും പിന്നെയും പിന്നെയും മുറുകുന്ന ഒരു കുരുക്ക്. വാട്ട് ഇസ് ഇറ്റ്? നിങ്ങളുടെ സ്റ്റോറി മുഴുവൻ കേട്ടിടത്തോളം വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഈസ്, ഡോക്ടർ ചെന്ന് പെട്ടിരിക്കുന്നത് ഡോക്ടറുടെ ഡ്രീമിലല്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ഏതോ രണ്ടുപേര് ഷെയർ ചെയ്തൊരു ഡ്രീം സ്പേസിലേക്ക് ക്ഷണിക്കപ്പെടാതെ അതിഥിയായി ചെന്നെത്തിയതാണ് നിങ്ങൾ.